നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് രംഗൻ മുഖോപാധ്യായയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബെഞ്ച്, അതായത് ജാർഖണ്ഡ് ഹൈക്കോടതി ബെഞ്ചാണ് ഹേമന്ത് സോറൻ്റെ ജാമ്യാപേക്ഷ കൃത്യമായി അനുവദിച്ചുകൊണ്ട് ജൂൺ 28 ആ നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഹേമന്ത് സോറനെ പ്രതി ചേർക്കപ്പെടാൻ അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് കാണാൻ മാത്രമുള്ള ഒരു രീതിയിലുള്ള തെളിവുകളും ഇല്ല എന്ന് കൃത്യമായി തന്നെ പറയുകയും അദ്ദേഹത്തിനെ പ്രതിയാക്കാതിരിക്കാൻ കൃത്യമായി ഇവിടെ നിയമമുണ്ട്, അത് വിശദീകരിക്കാൻ, അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷന് എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്ന വാദമാണ്. ഈ വാദത്തിൽ ഊന്നി നിൽക്കുമ്പോൾ ഹേമന്ത് സോറൻ ജയിൽ മോചിതനാകും വളരെ വൈകാതെ തന്നെ. ജാമ്യാപേക്ഷ മാത്രമല്ല, ഈ കേസ് വരെ തള്ളിപ്പോകും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇഡിയും അതുപോലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഹേമന്ത് സോറൻ്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചതിൽ കുറേയധികം വിയർക്കും എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ നമുക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും മികച്ച നേതാവ് കൂടിയായിട്ടുള്ള ഹേമന്ത് സോറൻ ജാർഖണ്ഡിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയാണ്. മധു കോടയെ പോലെ അഴിമതി നിറഞ്ഞ ഭരണമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെത്. ആദിവാസികൾക്കും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും ഏറ്റവും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് നിരവധിയായ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ ജാർഖണ്ഡിൽ അങ്ങോളം ഇങ്ങോളം 2019 ഡിസംബർ 29 മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയ ഹേമന്ത് സോറന് കഴിഞ്ഞു. 2019 ഡിസംബർ 29 മുതൽ 2024 ഫെബ്രുവരി 2 വരെ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലിരുന്ന കാലഘട്ടത്തിൽ, അതായത് 4.5 കൊല്ലത്തെ കാലഘട്ടത്തിൽ എടുത്ത ചരിത്രപരമായ പല സവിശേഷമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം അവരും പല രീതിയിൽ അവിടെ പലതും നടപ്പിലാക്കുമെന്ന് വാഗ്ദാനം കൊടുത്തതല്ലാതെ ഒന്നും നടപ്പിലാക്കിയില്ല. അതെല്ലാം നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാനാണ് ഹേമന്ത് സോറനെ കൊണ്ട് കഴിഞ്ഞത്. BJPയിലും ഒരു നേതാവുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള, അതായത് ഷെഡ്യൂൾഡ് ട്രൈബിൽ നിന്നുള്ള അർജുൻ മുണ്ടെ. അദ്ദേഹം ഒന്നും തന്നെ ചെയ്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കേന്ദ്രത്തിൽ പിന്നാക്ക ദളിത് വകുപ്പിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ആയിരുന്നിട്ട് പോലും ജാർഖണ്ഡിൽ ഒരു രീതിയിലും വികസനം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ജാർഖണ്ഡിൽ ജംഷഡ്പൂരോ റാഞ്ചിയോ പോലുള്ള വികസിത പ്രദേശങ്ങളല്ലാതെ വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന പ്രദേശങ്ങളിലേക്ക്, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഐതിഹാസികമായ പോരാട്ടം നടത്താൻ എടുത്ത നിലപാടാണ് ഹേമന്ത് സോറനെ ജനകീയനാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കൽപ്പന മുർമു സോറൻ ജാർഖണ്ഡിലെ എല്ലാ വിഭാഗങ്ങളുടെയും കയ്യടി ഏറ്റുവാങ്ങിയ നേതാവാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JMMന് വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിയമസഭയിൽ അത് തീർച്ചയായും പ്രകടമാകുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. 81 സീറ്റുകളാണ് ജാർഖണ്ഡ് നിയമസഭയിലുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമായിരുന്നു BJP സഖ്യം നേടിയത്. BJP ഒറ്റയ്ക്ക് 14-ൽ 11 സീറ്റുകൾ നേടിയെടുത്തു. എന്നാൽ നിയമസഭാ പോരാട്ടം വന്നപ്പോൾ രഘുബർ ദാസ് ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് അവിടെ JMM കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നത്. ഇത്തവണ അത് തുടർച്ചയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. BJPയിൽ ജയന്ത് സിൻഹ അടക്കമുള്ളവർ വളരെ വൈകാതെ തന്നെ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ജയന്ത് സിൻഹ സ്വന്തം പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു അവസരമാണ്. യശ്വന്ത് സിൻഹയും ജയന്ത് സിൻഹയും ഒക്കെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ സ്റ്റൈൽ അവിടെ വർക്കൗട്ട് ആകില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായും പറയേണ്ടത്.